കോഴിക്കോട് DMO ഓഫീസിലെ കസേര കളി തുടരുകയാണ്. ഓഫീസിൽ ഇന്നും 2 DMOമാരെത്തി. സ്ഥലംമാറ്റ ഉത്തരവുമായി ഡോക്ടർ ആശാദേവിയും സ്റ്റേ നീക്കിയിട്ടും ഡോക്ടർ രാജേന്ദ്രനും ഓഫീസിലെത്തി. സ്ഥലം മാറ്റത്തിനെതിരെ നേരത്തെ രാജേന്ദ്രൻ നേടിയ സ്റ്റേ നീക്കിയതിന് പിന്നാലെയാണ് ആശാദേവി ചുമതല ഏറ്റെടുക്കാൻ എത്തിയത്. നവീൻ നാഥ് വിവരങ്ങളുമായി കോഴിക്കോട്. നവീൻ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? റാവുത്തർ, DMO ഓഫീസ്, കോഴിക്കോട് DMO ഓഫീസിൽ ഇന്നലെ പോലെ തന്നെ ഇന്നും 2 DMOമാരും ഒരുമിച്ച് എത്തിയിരിക്കുകയാണ്. സ്ഥലം മാറിയെത്തിയ ഡോക്ടർ ആശാദേവിക്ക് കസേര ഒഴിഞ്ഞുകൊടുക്കാൻ തയ്യാറാവാത്ത നിലയിലാണ് നിലവിലെ DMO ഡോക്ടർ N രാജേന്ദ്രൻ കസേരയിൽ ഇരിക്കുന്നത്. സ്ഥലം മാറ്റത്തിൽ കോഴിക്കോട് DMO രാജേന്ദ്രൻ സ്റ്റേ നേരത്തെ വാങ്ങിയിരുന്നു. സ്റ്റേ നീക്കിയതിനെ തുടർന്ന് സ്ഥാനം ഏറ്റെടുക്കാനാണ് ഡോക്ടർ ആശാദേവി ഇന്ന് ഓഫീസിലെത്തിയത്. ഇന്നലെയും സമാനമായ രീതിയിൽ ആശയക്കുഴപ്പം നിലനിന്നിരുന്നു. ഇപ്പോഴും അത് തുടരുകയാണ്. നമുക്കറിയാൻ കഴിയുന്ന വിവരം അനുസരിച്ച് ആരുടെയെങ്കിലും ഒരാൾക്കെതിരെ ആരോഗ്യവകുപ്പ് നടപടിയിലേക്ക് നീങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശരി, നവീനാണ് വിവരങ്ങൾ നൽകിയത്. അവിടെ ഇപ്പോഴും ആരാണ് ആ കസേരയിൽ ഇരിക്കേണ്ടത് എന്നതിനെ ചൊല്ലിയുള്ള ആശയക്കുഴപ്പവും തർക്കവും തുടരുകയാണ്. പക്ഷേ ഗവൺമെന്റ് ഒരു പക്ഷേ അതിൽ നടപടിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നവീൻ, ഇതിനകത്ത് ഈ ഗവൺമെന്റിനെ സംബന്ധിച്ച് അവിടെ ആരാണ് ഇരിക്കേണ്ടത് എന്ന മൗലികമായ ചോദ്യം അവിടെ ഉണ്ടല്ലോ. അപ്പോൾ നടപടി നേരിടാൻ പോകുന്ന ആരായിരിക്കും എന്ന കാര്യത്തിൽ നമുക്കിപ്പോൾ ഒരു സൂചന പറയാമോ? നടപടി നേരിടാൻ പോകുന്നത് മിക്കവാറും ഡോക്ടർ N രാജേന്ദ്രൻ തന്നെ ആവാനാണ് സാധ്യത. കാരണം ട്രൈബ്യൂണലിനെ സമീപിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാര്യം, ആശാദേവി ഇവിടെ ജോയിൻ ചെയ്തിരുന്നില്ല എന്ന രീതിയിലാണ്. എന്നാൽ അത് തെറ്റാണ്. ആശാദേവി ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷമാണ് നിലവിലെ DMO ആയിരുന്ന സ്ഥാനമാറ്റം ഉണ്ടായിരുന്ന രാജേന്ദ്രൻ സ്റ്റേ വാങ്ങിയത്. അതുകൊണ്ട് തന്നെ ട്രൈബ്യൂണലിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നടപടി ആവാനാണ് സാധ്യത, ആയി കണക്ക് കൂട്ടാനാണ് സാധ്യത.